ഹായ്, ഞാനിന്ന് സംസാരിക്കാൻ പോണത് ഇന്ത്യ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന കൺസെപ്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, ഇന്ത്യ ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക്കാണ്. അപ്പോൾ ഈ ഇന്ത്യ ആസ് എ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ബിഹൈൻഡ് ഇറ്റ് എന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കാൻ പോണത്. അതിൽ ഇത് രണ്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് എന്താണ് മീനിങ് എന്നറിയാം. ഓക്കെ, ഫസ്റ്റ് തിങ്, ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ഡെഫിനേഷൻ: ഡെമോക്രസി ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ഓക്കെ, അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് എന്ന് പറയാം. ഓക്കെ, ഒരു ഗവൺമെൻറ് ഡെമോക്രാറ്റിക് ആകണമെന്ന് എപ്പോഴും ചോദിച്ചാൽ ഒരു ലീഗൽ ആൻഡ് ഫെയർ റെഗുലർ ഇലക്ഷനിലൂടെ, ലീഗൽ ഫെയർ ആൻഡ് റെഗുലർ ഇലക്ഷനിലൂടെ അവർ തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ദെൻ റിപ്പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് മെയിനായിട്ട് അവിടെ പറയുന്നത് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലോക്കൽ, അതായത് ഫ്രം ദ നേഷൻ തന്നെയായിരിക്കും. സ്റ്റേറ്റ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് പറയുന്നത് നേഷൻ തന്നെയായിരിക്കും. പിന്നെ പറയുമ്പോൾ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്, അതായത് ആ നേഷൻ്റെ സുപ്രീം ലോ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. നത്തിങ് എബൌട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിൽ പറയാം. റിപ്പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് ദീസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ്. കാരണം സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ലോക്കൽ പേഴ്സൺ ആയിരിക്കും. സോയിൽ, റൂൾ ബൈ ദ സോയിൽ എന്ന ലെവലിൽ വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് ഏതാണ് നേഷനിലുള്ള പേഴ്സൺ ആയിരുന്നു, റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും, എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും നേഷനിലെ. സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പ്ലസ് ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ദിസ് ഈസ് രണ്ട് പോയിൻ്റാണ് മെയിനായിട്ട് നമുക്ക് റിപ്പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് പറയാൻ പറ്റുക. ഡെമോക്രസിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ എന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെ വേണം. ഈ രണ്ടും കമ്പൈൻ ചെയ്ത് വരുന്ന സമയത്താണ് ഇന്ത്യക്ക് ഒരു കൺസെപ്റ്റ് ഫിൽ ചെയ്യാൻ. ഓക്കെ, ഇൻ കേസ് ഇന്ത്യ ഒരു ഡെമോക്രസി മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് പറയാം. കാരണം നമ്മുടെ നേഷനിൽ പവർ എന്ന് പറയുന്നത് പീപ്പിൾസിൻ്റെ കയ്യിലാണ്. ഓക്കെ, ഒരു ഫ്രീ ആൻഡ് ഫെയർ റെഗുലർ ഇലക്ഷനിലൂടെയാണ് ഈ പവർ ട്രാൻസ്ഫർ നടക്കുന്നത്. ജനങ്ങളിൽ നിന്ന് അത് ഗവൺമെൻറ്റിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യണം. അത് എവറി 5 years നമ്മൾ ആ പവർ നമ്മൾക്ക് വേണ്ടി ഭരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം, റെഗുലർ ഇലക്ഷൻ. ഓക്കെ, ആ ഇലക്ഷനിലൂടെ ജനങ്ങളിലുള്ള പവർ അത് ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ഗവൺമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ള 5 വർഷം ഗവൺമെൻറ്റ്സ് ആണ് റൂൾ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ, അവർക്ക് കിട്ടിയിട്ടുള്ള പവർ എന്ന് പറയുന്നത് ലീഗൽ പവറാണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ഇല്ലീഗൽ പവർ. ഇല്ലീഗൽ പവർ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓതറൈസ്ഡ് അല്ലാത്ത വഴി കൂടെ നമ്മൾ അച്ചീവ് ചെയ്യുന്നതെല്ലാം ഇല്ലീഗൽ പവറാണ്. ഇത് ഓതറൈസ്ഡ് ഒരു പ്രോസസ്സ് ഇന്ത്യയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ പ്രോസസ്സിലൂടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആ പവർ അച്ചീവ് ചെയ്യണം. അത് ലീഗൽ പവറാണ്. ഓക്കെ, അപ്പോൾ ദേ അച്ചീവ് ദ ലീഗൽ പവർ. ഇനി അവർ പവറിൽ വന്നതിന് ശേഷം അവരെന്ത് ചെയ്യണം? ഓക്കെ, അവർക്ക് ഒരു ലീഗലായ പ്രോസസ്സിലൂടെ പവർ അച്ചീവ് ചെയ്തതിനു ക്യാൻ ദേ ഡു എനിത്തിങ് ദേ വിഷ്. അവരിഷ്ടപ്പെടുന്നത് പോലെ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഇൻ കേസ് ഇന്ത്യ ഒരു ഡെമോക്രസി കൺട്രി മാത്രമായിരുന്നുവെങ്കിൽ ദേ വിൽ. കാരണം അവർക്ക് കറക്റ്റ് വഴിയിലൂടെ പവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ദെൻ അവരെന്താണോ ആഗ്രഹിക്കുന്നത്, ഒരു നാഷൻ്റെ ബെറ്ററിന് വേണ്ടിയിട്ട് അവരെന്താണോ ഫീൽ ചെയ്യുന്നത് ബെറ്റർ, ദേ കാൻ ഡു ദാറ്റ്. ടുഡേ ദേ ഫീലിംഗ് ലൈക്ക് ഓക്കെ ഇത് ബെറ്റർ ആയിരിക്കും എന്ന രീതി ചെയ്യണു. ഓക്കെ, അത് ട്രൈ ചെയ്യാം. ടുമോറോ ദേ ഫീൽ സംതിങ് എൽസ് ഈസ് ബെറ്റർ, ദെൻ ദേ കാൻ ട്രൈ ഇറ്റ്. ബിക്കോസ് ഒരു ഡെമോക്രസി കൺട്രി എന്ന രീതി മാത്രം പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. കാരണം അവർ അച്ചീവ് ചെയ്തതിന് പവർ, കാരണം ആൾറെഡി ഐ അച്ചീവ് ദ പവർ, നോ ഐ ഹാവ് ദ പവർ ടു ഡു സംതിങ് ഫോർ ദ നേഷൻ എന്നുള്ളത്. ഇവിടെയാണ് റിപ്പബ്ലിക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് വരുന്നത്. ഓക്കെ, റിപ്പബ്ലിക് എന്ന് പറയുന്ന സമയത്ത് തന്നെ ആദ്യം തന്നെ പറഞ്ഞു റോൾ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അതായത് നത്തിങ് എബോവ് ദ നേഷൻ അല്ലെങ്കിൽ നത്തിങ് എബോവ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴാണ് റിപ്പബ്ലിക്. അതായത് ഏറ്റവും ഫൈനൽ എൻഡ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അതിൻ്റെ മേലേക്ക് ഒന്നുമില്ല. ഓക്കെ, അതിൻ്റെ മേലെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നോബഡി ഹാവ് ദ അൺലിമിറ്റഡ് പവർ ഇൻ ഇന്ത്യ. ഓക്കെ, ഒരു അതോറിറ്റിക്കും ഒരു പേഴ്സണും ഇന്ത്യയിൽ അൺലിമിറ്റഡ് പവർ ഇല്ല. അതായത് ഈവൻ ഗവൺമെൻറ് അച്ചീവിങ് ദ പവർ ത്രൂ എ ലീഗൽ പ്രോസസ് ദേ ആർ ലിമിറ്റഡ് ടു ഡു സെർട്ടൻ തിങ്. ഓക്കെ, അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതിൻ്റെ മേലെ ചെയ്യാനുള്ള പവർ ഗവൺമെൻറ്റിനില്ല. ഓക്കെ, ദേ ആർ ലിമിറ്റഡ്. എക്സ്ട്രീം പവർ അവർക്കില്ല. ദെയർ പവർ ദേ ജനറേറ്റഡ് പവർ ഫ്രം പീപ്പിൾസ്, ദെൻ ദെയർ വാട്ട് ഇൻ ദ എക്സസൈസ് ഓഫ് ദെയർ പവർ ദേ ആർ ലിമിറ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അവർക്ക് ഇഷ്ടത്തിന് എന്ന രീതിയിൽ അന്ന് ചെയ്യാനൊന്നും പറ്റില്ല. ആ റിപ്പബ്ലിക് എന്നൊരു പോയിന്റ് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഓക്കെ, ടുഡേ ദേ ഫീൽ സംതിങ് ഗുഡ്, ഓക്കെ ടുമോറോ വേറെ. അപ്പോൾ അതൊരു സ്റ്റെബിൾ അല്ലാത്തൊരു ഗവൺമെൻറ്റായി മാറും, സ്റ്റെബിൾ അല്ലാത്തൊരു നേഷനായി മാറും. കാരണം ഓരോ ഗവൺമെൻറ്റും വരുന്ന സമയത്ത് അവർക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഓരോ പൊളിറ്റിക്കൽ പാർട്ടി വരുമ്പോൾ ഓരോ പൊളിറ്റിക്കൽ പാർട്ടിൻ്റെ ഓരോ ആശയങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജീസ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ലീഗലായിട്ടുള്ള പവർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ചെയ്യും.
നെക്സ്റ്റ് ഗവൺമെൻറ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി വരുന്ന സമയത്ത് അവർക്ക് എന്താണ് ചെയ്യുന്നത് അതിന് ചെയ്യും. ബട്ട് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ എ നേഷൻ. ലോങ് ടേം കൺസെപ്റ്റിൽ അതൊരു നല്ല കാര്യമല്ല. അപ്പോൾ വി ആസ് എ നേഷൻ വി നീഡ് സ്റ്റെബിലിറ്റി, വി നീഡ് കണ്ടിന്യൂറ്റി, വി നീഡ് സസ്റ്റൈനബിലിറ്റി. ഓക്കെ, അതിനൊരു കോമൺ ആയിട്ടുള്ള പ്രോസസ്സ് എപ്പോഴും വേണം, കോമൺ ആയിട്ടുള്ള രീതികൾ വേണം. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ സെർവ് ചെയ്യണം. കാരണം ഈവൻ ദോ ഗവൺമെൻറ് ഗെയിൻ ദ പവർ ഫ്രം ദ പീപ്പിൾസ്, they are allowed to do certain thing only, അല്ലെങ്കിൽ they must do certain thing. ഓക്കെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണോ പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ അവർ അലൗഡ് അല്ല. ഓക്കെ, അവിടെയാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന റോളിന് വരുന്നത്. കാരണം പവർ, അതായത് ഡെമോക്രസി എന്നതിലേക്ക് വരുമ്പോൾ നമ്മൾ പവർ അച്ചീവ് ചെയ്യണ വരെയാണെങ്കിൽ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ പവർ വാട്ട് യു ഹാവ് ടു ഡു. ഓക്കെ, ഫസ്റ്റ് പ്രോസസ്സ് പറഞ്ഞാൽ ഡെമോക്രസി, യു അച്ചീവ് ലീഗൽ പവർ, ആ പ്രോസസ്സ്. സെക്കൻഡ് പ്രോസസ്സ് റിപ്പബ്ലിക്കിലേക്ക് വരുമ്പോൾ വാട്ട് യു ഹാവ് ടു ഡു വിത്ത് പവർ, പവർ കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നതിലാണ് റിപ്പബ്ലിക്കിൻ്റെ റോൾ വരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയിലേക്ക് അൺലിമിറ്റഡ് പവർ പോയി കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് അബ്യൂസ് ഓഫ് പവർ. അതൊരു കോമൺ കൺസെപ്റ്റാണ്. whenever there is a authority with a unlimited power, there is a chance of abuse of power. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ ലീഗൽ പവർ വിത്ത് റെസ്ട്രിക്ഷൻ ഫ്രം ദ റിപ്പബ്ലിക് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഡെമോക്രസിയിലൂടെ ലീഗൽ പവർ അച്ചീവ് ചെയ്തതിന് ശേഷം റിപ്പബ്ലിക്കിലൂടെ അതേ പവറിനെ തന്നെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹെൽപ്പോടെ അതേ പവർ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യണം. കാരണം പവർ റെസ്ട്രിക്റ്റ് ചെയ്ത് കീപ്പ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അബ്യൂസ് ഓഫ് പവർ നടക്കുന്നുള്ളതുകൊണ്ട് വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ വി റെസ്ട്രിക്റ്റ് ഡെമോക്രാറ്റിക് പവർ. ഓക്കെ, ഇത് തന്നെയാണ് ഇത് നമ്മൾ ഒരു ഗവൺമെൻറ് എന്ന രീതിയിലേക്ക് വരുന്ന സമയത്ത് വി യൂസ് ദ കൺസെപ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇന്ത്യയിൽ ഏതൊരു അതോറിറ്റി എടുത്താലും സെയിം കൺസെപ്റ്റാണ്. ഇന്ത്യയിൽ ഏത് പൊസിഷൻ എടുത്താലും സെയിം കൺസെപ്റ്റാണ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഡോക്ടർ ആണെന്നിരിക്കാം, നമുക്കൊരു എക്സാം കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിച്ച് അതിലെന്താണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിൻ്റെ പ്രാക്ടീസ് എന്താണെന്ന് ചോദിച്ചിട്ട് അതെല്ലാം പഠിച്ചിട്ട് നമുക്ക് എക്സാം പാസ്സായി ഡോക്ടറായി മാറാം, അല്ലെങ്കിൽ നമുക്കൊരു അഡ്വക്കേറ്റായി മാറാം, നമുക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാം, വാട്ട് എവർ പൊസിഷൻ വി ആർ ടു, അല്ലെങ്കിൽ നമുക്കൊരു പബ്ലിക് സർവൻ്റ് ആവാം, ഗവൺമെൻറ്റിലുള്ള പബ്ലിക് സർവൻ്റ് ആവാം. ഒരു എക്സാം നമ്മളെ കഷ്ടപ്പെട്ട് പഠിച്ച് അതിനൊരു പ്രോസസ്സ് ഉണ്ട്. ഏതൊരു ഡോക്ടർ ആകാനും ശരി, സ്ത്രീ ആകാനും ശരി, ലോയർ ആകാനും ശരി, പബ്ലിക് സർവൻ്റ് ആകാനും ശരി, ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിലൂടെ നമ്മൾ പഠിച്ച് എഫേർട്ട് കൊടുത്ത് കറക്റ്റായിട്ട് അവരെന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പവറിലേക്ക് കയറാം. ഓക്കെ, വി ക്യാൻ അച്ചീവ് ദ പവർ. ഓക്കെ, ആ പവർ അച്ചീവ് ചെയ്തതിനു ശേഷം വി ആർ അലൗഡ് ടു ഡു വാട്ട് എവർ, നമ്മളൊരു പൊസിഷൻ അച്ചീവ് ചെയ്തതിനു വി ആർ അലൗഡ് ടു ഡു വാട്ട് എവർ വി വിഷ്. നമ്മൾ അച്ചീവ് ചെയ്ത പവർ, മേ ബി ആസ് എ ഡോക്ടർ, മേ ബി ആസ് എ ലോയർ, മേ ബി ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, മേ ബി ആസ് എ പബ്ലിക് സർവൻറ്റ്, മേ IAS IPS വാട്ട് എവർ ഇറ്റ് ഈസ് ബിക്കോസ് വി ഗെയിൻ ദ പവർ ഇൻ ദ ലീഗൽ വേ. കഷ്ടപ്പെട്ട് പഠിച്ചു, എല്ലാ എഫേർട്ടും കൊടുത്തു, എന്താണോ അതോറിറ്റി അവർക്ക് എക്സാമിനേഴ്സ് വേണ്ടത് അതെല്ലാം നമ്മൾ കൊടുത്തു, നമ്മൾ പവർ അച്ചീവ് ചെയ്തതിനു വി അലൗഡ് ടു ഡു എവറിത്തിങ് അക്കോർഡിംഗ് ടു അവർ ഓൺ വിഷ്. നമ്മൾ ആ പവറിൽ നമ്മൾ എത്തിച്ചതിന് ശേഷം നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്യാൻ അലൗഡാണോ? നോ. ലൈക്ക് ഗവൺമെൻറ് ലെവലിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ നമ്മൾ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്ട്രിക്ട് ചെയ്യുന്ന പോലെ തന്നെ ഏതൊരു അതോറിറ്റിയിലേക്കും എത്തിക്കഴിഞ്ഞാൽ ദേ ഹാവ് എ റെസ്ട്രിക്ഷൻ. ദേ ആർ ഓൺലി അലൗഡ് ടു ഡു അക്കോർഡിംഗ് ടു ദോസ് റൂൾസ്. അല്ലേ, ഏത് പവറിൽ എത്തുന്ന സമയത്തും യെസ് യു ഗെയിൻ ദ പവർ ഇൻ ദ റൈറ്റ് മാനർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓൾസോ യു ആർ അണ്ടർ ദ റെസ്ട്രിക്ഷൻ. നമ്മൾ ആ റെസ്ട്രിക്ഷൻ്റെ അണ്ടറിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. അതിലെന്താണ് പറയുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്നത് നേഷൻ വൈസ് അല്ല, എല്ലാ ലോ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള അതോറിറ്റീൻ്റെ കീഴിലും അത് വരും. കാരണം ഏത് പൊസിഷൻ എടുത്താലും ശരി, ഏതൊരു അതോറിറ്റി എടുത്താലും ശരി, ദേ ആർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് വിച്ച് മീൻസ് ദേ ഹാവ് ടു അച്ചീവ് ദ പവർ ഇൻ ദ ലീഗൽ പ്രോസസ് ആൻഡ് ദേ ആർ റെസ്ട്രിക്റ്റഡ് ബൈ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ദ കൺട്രി. ഓക്കെ, ലീഗൽ പവർ പ്ലസ് റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയും. ഇന്ത്യയിൽ ഏതൊരു അതോറിറ്റി എടുത്താൽ പോലും ഈവൻ ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യപ്പെടും. ഓക്കെ, യു ഹാവ് ടു അച്ചീവ് ദ പവർ ഇൻ ദ ലീഗൽ വേ, അറ്റ് ദ സെയിം ടൈം യു ആർ റെസ്ട്രിക്റ്റഡ് ടു യൂസ് ദ പവർ. അല്ലെങ്കിൽ അൺലിമിറ്റഡ് പവർ നമുക്ക് അച്ചീവ് ചെയ്യപ്പെടുന്നില്ല. നമ്മുടെ പേഴ്സണൽ വിഷ് പ്രകാരം നമ്മൾ പവറിലിരിക്കുന്ന സമയത്ത്, ഏതെങ്കിലും അതോറിറ്റിയിലിരിക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ വിഷ് പ്രകാരം ഒന്നും ചെയ്യാൻ നമ്മൾ അലോഡ് അല്ല. യു ഹാവ് ടു ഗോ ബൈ ദ വാട്ട് ഈസ് അലോഡ് ഇൻ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഏറ്റവും ഹയസ്റ്റ് വേർഷനിലേക്ക് വരുന്ന സമയത്ത് അത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എല്ലാ അതോറിറ്റിക്കും ഇതുപോലത്തെ സ്മാൾ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, ബൈലോസ് ഉണ്ടാവും. ഓക്കെ, അതിന് എന്താണ് പറയുന്നത്? വി ഹാവ് ടു ഫോളോ ദാറ്റ്, അല്ലെങ്കിൽ വി ഹാവ് ടു വിത്തിൻ ദാറ്റ് സർക്കിൾ, ആ സർക്കിളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക, യു ഹാവ് ടു യൂസ് അവർ പവർ വിത്തിൻ ദാറ്റ് സർക്കിൾ. ദാറ്റ് ഈസ് കോൾഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഓക്കെ, ദിസ് ഈസ് അലൗഡ് ഇൻ ദ നാഷണൽ വൈസ്, ആൾസോ ഇൻ ദ ലോവർ വൈസ്. ഓക്കെ, എല്ലാ ചെറിയ പൊസിഷനിലാണ് ശരി, ഇറ്റ്സ് അലൗഡ്. നമ്മളൊരു ചെറിയ പൊസിഷനിൽ അച്ചീവ് ചെയ്തിട്ട് നമ്മളൊരു റോളിൽ ഇരിക്കാൻ പോലും, ഈവൻ വി ആസ് എ മാനേജർ, നമ്മളൊരു മാനേജറായി നിൽക്കുന്ന സമയത്ത് നമ്മളൊരു മാനേജർ ആകണമെന്നുണ്ടെങ്കിൽ ദർ ഈസ് എ പ്രോസസ്
ആ പ്രോസസ്സ് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മളൊരു മാനേജറായി മാറുള്ളൂ. ആഫ്റ്റർ ദ ബിക്കമിങ് എ മാനേജർ യു ആർ നോട്ട് holding unlimited power, you are limited by some kind of rules and regulation. So that concept apply in the lower, in the small portion also. It's not just a big, നമ്മൾ ഡെമോക്രസി, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ നാഷൻ്റെ ലെവലിലേക്ക് മാത്രമേ ചിന്തിക്കുള്ളൂ. ഇറ്റ്സ് എല്ലാ സ്മാൾ ആസ്പെക്റ്റിലും അത് അപ്ലിക്കബിൾ ആണ്. ഏത് സ്മാൾ പൊസിഷനാണ് ശരി, ഏത് സ്മാൾ ടൈറ്റിലാണ് ശരി, ഏത് സ്മാൾ അതോറിറ്റിയാണ് ശരി, അതിൽ ഈ സെയിം കൺസെപ്റ്റ് അപ്ലിക്കബിൾ ആണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് വിച്ച് മീൻസ് achieve the power in the legal process, and also you are restricted by the rules and regulation and use those power within that circle.